So guys, welcome back to another video. So ഇത് നമ്മൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇപ്പം നാട്ടിലാണ്, മെയിൻ റോഡിലോട്ട് കയറട്ടെ. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഫ്രണ്ട്സ് വരുന്നുണ്ട്. സോ അവന്മാർ അങ്ങൊന്നും വരുന്നുള്ളൂ. എന്നിട്ട് വേറെ ഫ്രണ്ടിൻ്റെ അങ്ങോട്ട് പോകണം. അവൻ അവിടെ ഉണ്ട്, അവനെയും കൂട്ടി വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലിയക്കല്ലിനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പോവോ ഇല്ലയോ എന്നറിയത്തില്ല. കാര്യം കൂടെ ഉള്ളവന്മാരുടെ സ്വഭാവം വെച്ചിട്ട് ഏത് നിമിഷം സംഭവിക്കാം. സോ പ്ലാൻ ഇട്ടേക്കുന്ന ഇപ്പോൾ ഇല്ലിക്കല്ലാണ്. അപ്പം ഞാൻ റെഡിയായിട്ട് വ്ളോഗിങ് സെറ്റപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓണാണോടെ? അതെ, ഓണം. അപ്പോൾ ഞാൻ അവിടെ അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴിയോടെ നിൽക്കാം. അപ്പോൾ ബാക്കിയുള്ളവന്മാർ വരട്ടെ, എന്നിട്ട് കയറിപ്പോവും. അതെ ഗൈസ്, വന്നു. ചട്ടി ഹെൽമെറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഡാ എന്താ അയ്യോ, മീശയൊക്കെ അടിച്ച് ഷൊണ്ണയായല്ലോ. അപ്പോൾ ഗൈസ് അവന്മാർ വന്നു. നമുക്ക് കയറിപ്പോ. എടുത്തോ ഇവനെങ്ങോട്ട് പോവോ? ഇങ്ങോട്ടാണോ എൻ്റെ വീട്? ഇവൻ വീട്ടിൽ കാണുമെന്നാണ് സംശയം. എൻ്റെ ഒരു വിശ്വാസം വെച്ച് ഇവൻ വീട്ടിൽ കാണാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് പോയിട്ടുണ്ടാവും. 2 വണ്ടിയും വീട്ടിലുണ്ട്. ആശാൻ വീട്ടിലുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ കഴിച്ച് എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്ന് നേരെ പോകും. ഇവനെ പൊക്കാനാ വന്നു. കയറിക്കോ. എന്തിന്? അവന് മേടിച്ചു കൊടു. എനിക്ക് അവനാ പഴത്തിൻ്റെ. ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ പൈക കൂടി ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡാണ് ഉദ്ദേശം. പക്ഷേ കറക്റ്റ് വഴി ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് നോക്കി പോകാം. പൊട്ടന്മാർ പുറകിലുണ്ടോ? ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ലൈക്ക് ക്ലാക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്കിനി പൈക എന്നാണ് ബാക്കി. അവിടെ നിന്ന് വളഞ്ഞു പോകണം ആക്ച്വലി. സോ വഴി എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ബാക്കിലിരിക്കുന്നത് ഇതൊക്കെ ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ 360 മോഡിലോട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അറിയത്തില്ല, നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ആക്ച്വലി കറക്റ്റ് പൈക എത്തി. ഇനിയിപ്പോൾ നമുക്ക് പോയി ഫസ്റ്റ് തിങ് പെട്രോൾ അടിക്കണം. സോ പെട്രോൾ അടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. നല്ലൊരു ക്ലൈമറ്റ് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും നല്ലത്. അപ്പോൾ ഇവിടെയാണ് പമ്പിൽ കയറാം. ഗൈസ് അതാ നോക്കൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എങ്ങനെ ഒപ്പിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നലെ എറണാകുളത്ത് നിന്ന് നാട്ടിലോട്ട് വന്നുള്ളൂ. അപ്പോൾ ചുമ്മാ വീട്ടിലിരുന്ന ടൈമിൽ എവിടെയെങ്കിലും പോകാൻ ഓർത്തു. അതുകൊണ്ട് അപ്പോൾ ഞാൻ ആൽഡ്രൻ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ ഞാൻ വിളിച്ച് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും വേറൊരുത്തരുണ്ട്, ഹരി എന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം. അവൻ ഒരു കാലത്തും സമ്മതിക്കല്ലോ ഒരിടത്ത് പോകാനും. അപ്പോൾ ഞാൻ അവനോട് കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് വേറെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത്, അതായത് ഈ അഭിജിത്ത് എന്ന് പറഞ്ഞവനാണ് അടുത്തവൻ. അവന് വേറെ വള്ളി ഉണ്ടായിരുന്നു. പിന്നെ ആ വള്ളിയെല്ലാം ഒഴിവാക്കി ഉമാരെ എല്ലാം തൂക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയതാണ്. ഈ തെണ്ടികൾ പിന്നെ മിസ്സായി ഗൈസ്. അവന്മാർ ഞാൻ അപ്പുറത്ത് വേറെ സ്ഥലത്തോട്ട് വളഞ്ഞു പോയി. എൻ്റെ ഫോൺ കൊണ്ടാണ് തെണ്ടി പോയത്. അപ്പോൾ അവന്മാർ ഇനി തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ വഴി നിൽക്കുകയാണ് ഗൈസ്. വഴി തെറ്റിയ മണ്ണന്മാർ തിരിച്ചു വന്നു. ദാ പോന്നു. ഓ, ഇടിച്ചിടിച്ച്. ഇപ്പം അപ്പച്ചൻ്റെ വായി തെറിയാണ്. എടാ എതിലെയാടേ പോകുന്നത്? നമ്മുടെ കൂടെ വാടേ. മാപ്പ് ഇവൻ അറിയാൻ വഴി. ഗൈസ്, അങ്ങനെ അവന്മാർ വേറെ വഴി കയറിപ്പോയി. ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി വാ, പുറകെ വന്നാൽ മതി എൻ്റെ ഫ്രണ്ട്. പിന്നെ ഉണ്ട പുക വരുന്നത് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. ഓയിൽ കത്തി തരും. ഇതതിൻ്റെ അകത്തിട്ടോ. എവിടെ നിന്ന് പോകുമായിരുന്നു? അത് സീനില്ല. അതാ വണ്ടി അത്രയും കയറിയതിൻ്റെ. എവിടെ പോകാം? എടാ, നിന്റെ പുറം ചൊറിയാനുള്ളതല്ല സിക്ക്. ശബാഷ്. ഓ, മഞ്ഞുണ്ടാ. എടാ കോട. ആ എടാ, ഓടാനല്ല കോട. ഓ, സെറ്റ്. അപ്പോൾ മണ്ടയിൽ ഉറപ്പാ മഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റ് ഉണ്ടെന്നാണ് അതിനർത്ഥം. ഇവിടെ എപ്പോൾ വന്നാലും അതെ. കഴിഞ്ഞ തവണ വന്നപ്പോഴും കോടയായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ തവണ കോട കിട്ടണമെന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ? ഓ, സെറ്റ്.
നോക്ക് നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ വന്നാൽ ഞാൻ കിടിലം വ്യൂ ആയിരിക്കും. കിടിലം വ്യൂവും കിടിലം ക്ലൈമറ്റും ആണെങ്കിലും പിന്നെ ഒന്നും നോക്കാമല്ലോ, സെറ്റാണ്. കണ്ടോ കേട്ടോ, അതോ താഴത്തെ വ്യൂ ഉണ്ടോ? ഉയ്യോ, പോട്ടെ പോട്ടെ. ഇവിടുന്ന് ആക്ച്വലി ഈ ക്യാമറ കട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, കാര്യം ഫുള്ള് വ്യൂ ആണ്. മീൻസ് എവിടെ തിരിഞ്ഞാലും കിടിലം വ്യൂകളാണ്. കണ്ടോ, നമ്മളെ താഴോട്ടുള്ള ഇതുണ്ടോ, വ്യൂ ഉണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിർത്തണമെന്നുണ്ട്, പക്ഷേ ഈ ഫ്രണ്ടിൽ പോകുന്നവൻ ഒരു രീതിയിൽ നിർത്താൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ കയറി നിർത്താം. എവിടെയെങ്കിലും വിടുക, കുറച്ച് മുകളിൽ ചെന്നിട്ട് ഞാൻ നിർത്താം. അപ്പം നിങ്ങൾക്ക് കുറച്ച് കിടിലായിട്ട് കാണാൻ പറ്റുമല്ലോ. എത്തിയില്ലടാ. ഓ, സീൻ ക്ലൈമറ്റ്. ഓ മോനെ, വിഷയം. ഇവിടെ നിർത്താം, ഇവിടെ നിർത്താം. എങ്ങനെ പോകും ഗൈസ്? ഇവിടെ നിർത്താം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കിണ്ണം വ്യൂ കാണിച്ചു തരാം. പടവോ, മേളിലോട്ട് പോകണം. ദേ പോകുന്നൊരുത്തൻ. ഓ, ഫുള്ള് വൈബ്. അതെ. ഓ വാ, കയറി 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 കയറി. അതുകൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ചു പോകുന്നു. ചില്ലിങ്ങ ഏതൊരുമാര്. ഇവനിപ്പോ വീഴും. അപ്പൊ അതിന്റെ ടോപ്പിലെത്തി. ഇത് കണ്ടോ, വ്യൂ കണ്ടോ? പയ്യന്മാരും അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ടോപ്പ്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ മല കയറാം. ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇതുണ്ടോ, ഫുൾ സെറ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തം കാണാൻ പറ്റും. അതുകൊണ്ടോ ഫുള്ള് കാണാം. ഇതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡ്. ലൈക്ക് റോഡിൻ്റെ എൻഡാണ് ഇവിടെ. ഇനി അങ്ങോട്ട് റോഡില്ല. ചാർജ് ഭയങ്കര കുറവാണ്, എന്നാലും പോകുന്നിടത്തോളം പോട്ടെ. നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല സെറ്റപ്പായിരുന്നു. പോകാം. അപ്പോൾ പോവാം ഗൈസ്, പോട്ടെ. റൈറ്റ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ വ്യൂയോടും മലയോടും ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ആക്ച്വലി പിന്നെ ആക്ച്വലി കയറിയിരുന്നു. ഈ ആക്ച്വലി കൊണ്ട് തോറ്റു. കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ RC ആയിട്ടാണ് വന്നത്. ഈ തവണ വന്നപ്പോൾ 3 ടൺ ആയിട്ട് വന്നു. അടുത്ത തവണ നമ്മൾ